യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 22 അധ്യായം 24 മുതൽ 32 വരെയുള്ള തിരുവചന ഭാഗം. ആരാണ് വലിയവൻ എന്ന ഒരു ചോദ്യം. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ മാതൃകയിലൂടെയും പ്രബോധനങ്ങളിലൂടെയും പലവട്ടം പഠിപ്പിച്ച എളിമയുടെ ലാളിത്യത്തിൻ്റെ സന്ദേശം എന്തുകൊണ്ടോ ഉൾക്കൊള്ളാനാവാത്ത ഒരു ശിഷ്യ സമൂഹം. ഇടയ്ക്കൊക്കെ അവർ ഈ വിഷയത്തിൻ്റെ മേൽ തർക്കിച്ചിരുന്നു എന്ന് നമുക്കറിയാം. ഈശോ വളരെ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്താണ് ദൈവരാജ്യത്തിൻ്റെ വലിയവൻ, ചെറിയവൻ. ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ചെറിയവനാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ. ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അവസാനത്തവനാണ് ദൈവരാജ്യത്തിലെ ഒന്നാമൻ. വിജാതിയുടെ ഭരണകർത്താക്കൾ അധീനരുടെ മേൽ ആധിപത്യം പുലർത്തുന്നുവെന്നും നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത് എന്നും ഈശോ കൃത്യമായി ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. തൻ്റെ ശിഷ്യരുടെ ലാളിത്യത്തിൻ്റെയും എളിമയുടെയും മാതൃകകളാകണമെന്ന്, മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നത് അഭിമാനമായി കരുതണമെന്നും ഈശോ ആഗ്രഹിക്കുകയാണ്. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ് മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അന്ത്യത്താഴവേളയിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി സ്വന്തം ശരീരരക്തങ്ങൾ അവർക്കായി ബലിയായി സമർപ്പിച്ച് ശിഷ്യർക്ക് തൻ്റെ തിരുവുദ്ധാനത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമായെ പോലെ വാശി പിടിക്കുന്ന ഒരു ശിഷ്യന് മുമ്പിൽ വീണ്ടും ചെറുതായി അവന് വേണ്ടി മാത്രം ഒരിക്കൽ കൂടി പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ശിഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ എളിമയുടെയും ലാളിത്യത്തിൻ്റെയും മാതൃകയായി തീരുകയാണ് ഈശോ. എന്നിട്ടാണ് അവൻ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ആകണം. ക്രിസ്തു ശിഷ്യൻ്റെ ശൈലി ഇതാകണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ അഹങ്കാരത്തിൻ്റെ ഒരു ഭാവം ഏറ്റുവാങ്ങുന്ന പത്രോസിനെ ഈശോ കൃത്യമായി ഒരു കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഈശോ പറഞ്ഞ പല കാര്യങ്ങളും ഈശോ ആഗ്രഹിച്ച ഒരു ബോധ്യത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാതിരുന്നൊരു വ്യക്തിയാണ് പത്രോസ്. ശിഷ്യ പ്രമുഖനായിട്ട് അവനെ നിയോഗിച്ച് കഴിഞ്ഞപ്പോൾ പോലും പലപ്പോഴും പത്രോസിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ ഈശോ ആഗ്രഹിച്ചതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരുന്നു. പാദങ്ങൾ കഴുകാൻ അടുത്തെത്തിയപ്പോൾ ശിമോൻ അവിടെ പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ പാദങ്ങൾ കഴുകരുത്. ഞാൻ നിൻ്റെ പാദം കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്ന് പറഞ്ഞപ്പം അവൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കുളിപ്പിക്കണം, കാലും ശിരസും ഒക്കെ കഴുകണം. പലതും പത്രോസ് ബോധ്യപ്പെടുന്നത് പിന്നീടാണ്. നിങ്ങളെല്ലാവരും എന്നിൽ ഇടറും എന്ന് ഈശോ പറഞ്ഞപ്പോഴും പത്രോസ് പ്രതികരിക്കുകയാണ്, ആരൊക്കെ ഇടറിയാലും ഞാൻ ഇടറില്ല. എന്താ സംഭവിച്ചേ? ഒരു അടിച്ചു തള്ളിക്കാരി പെണ്ണിൻ്റെ മുമ്പിൽ 3 വട്ടം തള്ളിപ്പറയേണ്ട ഗതികേടുകാരനായിട്ട് മാറുകയാണ് പത്രോസ്. ഇന്ന് കോഴി കൂവും മുമ്പ് 3 വട്ടം തള്ളിപ്പറയുമെന്ന് അവൻ പറഞ്ഞപ്പോൾ അത് പറഞ്ഞത് തമ്പുരാനാണ് എന്ന് പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാതിരുന്ന പത്രോസിന് ഈശോ കൊടുത്ത നല്ലൊരു അടിയായിരുന്നു അവന് കൊടുത്ത ഈ തള്ളിപ്പറയൽ എന്ന പ്രത്യേക സാഹചര്യം. മനം നൊന്ത് കരയുന്ന പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ അദമ്യമായ സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ കാണിക്കുക. പക്ഷെ എങ്കിലും പക്വതയുടെ കുറവ് പത്രോസിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഈശോ നോട്ട് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിൽ നേതൃത്വം വഹിക്കുന്ന ഓരോ വ്യക്തിയും
ഈ പക്വതയുടെ തലത്തിലേക്ക് ഉയർത്തപ്പെടേണ്ട, വിവേകത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള ബോധ്യങ്ങൾ ഉൾക്കൊള്ളേണ്ട വ്യക്തിയാണ്. മാറാനും മാറ്റം വരുത്താനും തയ്യാറാകേണ്ട വ്യക്തിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമുക്കൊരിക്കൽ കൂടി തിരിഞ്ഞു നോക്കാം. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് സ്വീകാര്യമായ ജീവിതം നയിക്കുന്നവരാകാൻ നമുക്ക് ആഗ്രഹിക്കാം. എളിമയുടെ ആൾരൂപങ്ങളായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോയ്ക്ക് ജീവിതത്തിൽ കർമ്മസാക്ഷ്യം വഹിച്ചുകൊണ്ട് കർത്താവെ ഞാൻ ഒന്നുമല്ലേ എന്നുള്ള ഏറ്റുപറച്ചിലുണ്ടാകാൻ, അത് ഇടവകയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും സംഘടനകളിലാണെങ്കിലും ഞാൻ വലിയ പുള്ളിയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സാധ്യത പോലും ഉണ്ടാകാതെ എളിമയുടെ പര്യായങ്ങളായിത്തീരാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോ പഠിപ്പിച്ച ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനാകണമെന്നുള്ള തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.